കേരളത്തിനൊരു സ്വഭാവം, നമുക്കൊരു 1000 years ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കേരളം ഒരു ട്രേഡിംഗ് സ്റ്റേറ്റ് ആയിരുന്നു. സ്പൈസസ് അടക്കമുള്ള കാര്യങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. വീണ്ടും ആ ട്രേഡ് തിരിച്ചു വരികയാണ്. ആ ഒരു സെയിം സ്വഭാവം നമുക്ക് വീണ്ടും തിരിച്ച് കിട്ടാൻ വേണ്ടി പോവാണ്. പക്ഷേ അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഇൻഡസ്ട്രീസിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്തരം ബിസിനസ്സിന് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കിട്ടുന്ന മേഖലകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും കൂടെ നമ്മൾ തയ്യാറാവണം. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇതിന് മുൻപ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരാൾക്ക് ട്രിവാൻഡ്രത്തേക്ക് മുൻകാലങ്ങളിൽ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് വളരെ ഹെക്റ്റിക്കാണ്. കാരണം ഈ ട്രാഫിക് ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് അവിടെ വരെ എത്തുക എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഇപ്പോൾ തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലോ പാലക്കാട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലോ വലിയ ഡിഫറൻസ് ഒന്നും ഇനി നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നില്ല. കാരണം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ നമുക്ക് തന്നെ അറിയാം 300-400 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. വേറെ ഇന്ന് ഇപ്പം ഞാൻ തൃശ്ശൂർ ടു കാലിക്കട്ട് ഞാൻ ട്രാവൽ ചെയ്യുകയാണ്, ഇന്നത്തെ കണ്ടീഷനിൽ ഞാൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 90 കിലോമീറ്റേഴ്സ് ഞാൻ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ കൂടുതൽ ഞാൻ ട്രാവലിംഗ് ടൈം എടുക്കുന്നുണ്ട്. വൺസ് ഈ റോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സമയമാണ് നമുക്ക് ലാഭം വരിക. സമയം വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ലെവൽ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഓൾമോസ്റ്റ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ കണക്ടിവിറ്റിയാണ്. 2, ഗ്ലോബൽ ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ്റെ ഭാഗമായിട്ടാണ് ഇനിയും കേരളം അറിയപ്പെടാൻ പോകുന്നത്.